ജീവൻ നൽകുന്നവനും ജീവിപ്പിക്കുന്നവനുമായ തമ്പുരാൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ മറിയാമിൻ്റെ ജനന പെരുന്നാളിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും തൻ്റെ പുത്രൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഗലീലക്കാരനായ യോയാക്കീമിനും ബത്ലഹേംകാരിയായ ഹന്നായിക്കും പ്രാർത്ഥനയാലും വിശ്വാസത്താലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മറിയാമിനെ പുത്രിയായി ലഭിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഗോസ്പൽ ഓഫ് ജേക്കബ്, യാക്കോബിൻ്റെ സുവിശേഷത്തിലൂടെയാണ് മറിയാമിൻ്റെ ജനനത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ അറിയുവാൻ സാധിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ, ഏകദേശം 3-ാം വയസ്സിൽ ദേവാലയത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മറിയാം യഹൂദ പുരോഹിതന്മാരുടെ ശിക്ഷണത്തിൽ സമർപ്പിക്കപ്പെട്ട മറ്റു കന്യകമാരുടെ ഒപ്പം ദിവസം മുഴുവൻ പ്രാർത്ഥനയാലും ദേവാലയ ശുശ്രൂഷയിലും കഴിഞ്ഞുകൂടി. കാലത്തികവിങ്കൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന മറിയാമിന് അതേ ഗോത്രത്തിൽ തന്നെ ജനിച്ച ജോസഫിനെ വരനായി നിശ്ചയിക്കപ്പെട്ടു. യഹൂദ ന്യായപ്രമാണ പ്രകാരവും മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുമാണ് വിവാഹ നിശ്ചയം നടന്നതെന്ന് 12-ാം നൂറ്റാണ്ടിൽ ലിഖിത രൂപം പ്രാപിച്ച ഗോൾഡൻ ലെജൻഡ് എന്ന ഐതിഹ്യ സമാഹാരത്തിൽ വിവരിക്കുന്നുണ്ട്. അനുഗ്രഹീതമായ ജീവിതം, പ്രാർത്ഥനാ നിർഭരവും സമർപ്പണത്തിൻ്റെതുമായ ബാല്യകാലം, അനുഗ്രഹമുള്ള ജനനം, അത്ഭുതവും കൃപയും നിറഞ്ഞ ദൈവനിയോഗത്താലുള്ള വിവാഹവും മാതൃത്വവും, പുത്രൻ തമ്പുരാൻ്റെ കൂടെയുള്ള ഓരോ ദിവസവും, ജീവിത സംഭവങ്ങളും, പുണ്യമായ മരണം, ഇതാണ് മറിയം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പിനെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് വളരെ സമർപ്പണത്തോടെ സ്വീകരിക്കാൻ മറിയാമിന് സാധിച്ചു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് അഭിസംബോധന ചെയ്ത കന്യക. മറിയാമിൻ്റെ സന്ദർശനം മൂലം എലിസബത്ത് പരിശുദ്ധാത്മ നിറവുള്ളവളായി. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പ്രവാചകനായ ശിമയോൻ്റെ വാക്കുകളെ വളരെ ശാന്തതയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയാം ജീവിതം ആരംഭിച്ചു. ആഴമേറിയ എളിമ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു നക്ഷത്രത്തെ പോലെ ഉദിച്ച് നിന്ന കന്യക, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഏറ്റവും അനുഗ്രഹത്തോടെ, ഏറ്റവും അനുസരണയോടെ, ശാന്തതയോടെ ജീവിതം നയിച്ച സ്ത്രീരത്നം. സ്വർഗം മഹത്വവും യോഗ്യതയും കൽപ്പിച്ച വനിത, അതാണ് പരിശുദ്ധ മറിയം. മറ്റുള്ളവരുടെ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും കരുതലോടെ പ്രവർത്തിച്ചിട്ടുള്ള അമ്മ. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ച കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം മാതാവിൻ്റെ കരുതലിൻ്റെ മകുടോദ്ധാരണമാണ്. കാൽവറിയുടെ ചുവട്ടിൽ തൻ്റെ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ചു. മാതാവിൻ്റെ ജനന പെരുന്നാളിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപയും തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.